ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട വെല്ലുവിളി നിറഞ്ഞ ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ കൗമാരപ്രായമാണ്. അവരെ വളർത്തുന്നത് വളരെ പ്രയാസമായ ഒരു കാര്യമാണ്. മാതാപിതാക്കൾ പറയുന്നത് അവർക്ക് മനസ്സിലാകില്ല, അവർ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാകില്ല. മാതാപിതാക്കൾ തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തങ്ങളിൽ നിന്നും എടുത്തു കളയുകയാണ് എന്നൊരു ദേഷ്യം അവർക്ക് മാതാപിതാക്കളോട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവരെന്തായിരിക്കും ചിന്തിക്കുക? മക്കൾ തെറ്റായ വഴിയിൽ പോകരുത് എന്നതിന് വേണ്ടി അവരെ പിടിച്ചു വെക്കും. രാത്രി 7 മണിക്ക് മുൻപ് വീട്ടിൽ വരണം, ഒരുപാട് സമയം ഫോണിൽ സംസാരിക്കരുത്, കൂട്ടുകാരുമായി പുറത്ത് കറങ്ങാൻ പോകരുത്, ഇങ്ങനെയൊക്കെ പറയും. ഇത് കാരണം ഒരുപാട് മാതാപിതാക്കൾക്ക് ഒരു കുഴപ്പമുണ്ടായിരിക്കും. നമ്മൾ ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ ഇല്ലയോ? ഇനി ഇവരെ ഫ്രീ ആയി വിടുകയാണെങ്കിൽ അവർ എന്തായിരിക്കും ചെയ്യുക? അവർ കൂട്ടുകാരുമായി അലഞ്ഞു തിരിഞ്ഞ് മോശമായി പോകാനുള്ള ഒരു ഭയം മാതാപിതാക്കൾക്ക് ഉണ്ടാകും. അത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും. മൊത്തത്തിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പ്രയാസകരമായ ഘട്ടമാണ് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുക എന്നുള്ളത്. ഒരു കൗമാരപ്രായത്തിലുള്ള മക്കളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ കേസിലൂടെ പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾ മാതാപിതാക്കളാണ് അല്ലെങ്കിൽ കൗമാരപ്രായത്തിലുള്ളവരാണെങ്കിൽ അവസാനം വരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നു. ആയിരത്തി 1975 വർഷം അമേരിക്കൻ ജയിലിൽ ഒരു സ്ത്രീക്ക് മയക്കുമരുന്ന് കടത്തിയതിന്റെ പേരിൽ അവൾക്ക് ജയിൽ ശിക്ഷ നൽകുന്നു. അങ്ങനെ ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് ആ സ്ത്രീ ഗർഭിണിയായിരുന്നു. ജയിലിൽ തന്നെ അവളുടെ ഗർഭകാലം തള്ളി നീക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ജയിലിൽ വെച്ച് തന്നെ ഒരു മനോഹരമായ പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. അവൾക്ക് നിക്കി വൈറ്റ്ഹെഡ് എന്ന പേരും കൊടുത്തു. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു കുഞ്ഞ് ജയിലിലാണ് ജനിച്ചത്. അപ്പോൾ കുഞ്ഞിന്റെ ജീവിതം, വളർത്തുന്ന രീതി, മാനസികാവസ്ഥ ഇതെല്ലാം എങ്ങനെയായിരിക്കും? ഇപ്പോ ആ ജയിലിൽ വെച്ച് കുഞ്ഞിനെ വളർത്തുന്നത് പ്രയാസമായതിനാൽ നിക്കി ചെയ്തത് അവളുടെ അമ്മയുടെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊടുക്കുന്നു. ഇപ്പൊ നിക്കി തന്റെ മുത്തശ്ശിയുടെ പക്കൽ വളരുന്നു. സാധാരണ ഒരു കുഞ്ഞ് അമ്മയുടെ പക്കൽ വളരുന്നതിനും മുത്തശ്ശിയുടെ കൂടെ വളരുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. മുത്തശ്ശിയുടെ പക്കൽ നിന്നും ഒരുപാട് സ്നേഹം കിട്ടും, അതേസമയം ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടും. മുത്തശ്ശി എന്താ ചെയ്തത്? മകൾ ജയിലിലല്ലേ, പേരക്കുട്ടിയെ നമ്മൾ വളർത്തുന്നു, അവൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ എന്ന് കരുതി നിക്കി എന്ന കുഞ്ഞിനെ അളവിൽ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തുന്നു. നിക്കിയും വളർന്ന് കൗമാരപ്രായത്തിലെത്തി. എപ്പോഴും സംഭവിക്കുന്നത് പോലെ ലേറ്റായി വീട്ടിലേക്ക് വരിക, ഫ്രണ്ട്സുമായി ബാറിൽ പോവുക, ബോയ് ഫ്രണ്ട്സുമായി കറങ്ങുക, ഇങ്ങനെ ജീവിതം വളരെ ആസ്വദിക്കുന്ന സമയത്ത് അവൾക്ക് 17 വയസ്സുള്ളപ്പോൾ അവൾ ഗർഭിണിയാകുന്നു. ആ ഒരു കുഞ്ഞിനെ കളയണോ വേണ്ടയോ എന്ന് ചിന്തിക്കുമ്പോൾ ശരി, എന്തായാലും കുഞ്ഞിനെ പ്രസവിക്കാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ നിക്കിക്ക് 2 പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു. ആ 2 കുഞ്ഞുങ്ങൾക്കും ടോസ്, ജാസ് എന്ന പേര് കൊടുത്തു. നമ്മൾ മനുഷ്യരുടെ സ്വഭാവം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഒരു സംഭവം കാരണം ബാധിക്കപ്പെടുകയാണെങ്കിൽ അത് വീണ്ടും നടക്കാതിരിക്കാൻ തനിക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും ആ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തും. ഉദാഹരണത്തിന്, നമ്മൾ ബൈക്കിൽ ഹെൽമെറ്റ് ഇടാതെ പോയി, അപകടം സംഭവിച്ചു, തലയിൽ പരിക്ക് പറ്റി. അതിനുശേഷം നമ്മൾ വളരെ ശ്രദ്ധയായിരിക്കും. നമ്മുടെ കാര്യം മാത്രമല്ല, വീട്ടിലെ ആര് പുറത്തു പോയാലും ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് പോകണമെന്ന് പറയും. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച പാഠം വഴി നമ്മൾ പറയുന്നതാണ്. അതുപോലെയാണ് നിക്കിയും ചിന്തിച്ചത്. ഒരുപക്ഷെ താൻ തന്റെ അമ്മയുടെ ഒപ്പം വളർന്നുവെന്നുണ്ടെങ്കിൽ തന്നെ നന്നായി വളർത്തുമായിരുന്നു. താൻ ഇത്ര തെറ്റായ പാതയിൽ പോയിട്ടുണ്ടാകില്ല. മുത്തശ്ശിയുടെ പക്കലായതുകൊണ്ട് തനിക്ക് സ്വാതന്ത്ര്യം ഒരുപാട് കിട്ടി. അതുകൊണ്ടാണ് താൻ ഇത്ര തെറ്റായ രീതിയിൽ പോയത് എന്ന രീതിയിൽ അവൾക്ക് തോന്നാൻ തുടങ്ങി. ഇങ്ങനെ ഒരു സംഭവം തന്റെ 2 മക്കൾക്കും നടക്കാൻ പാടില്ല എന്നതിനു വേണ്ടി നിക്കി വളരെ കഠിനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ ഉപയോഗിച്ചാൽ പോലും വളരെ ലിമിറ്റഡായി ഉപയോഗിക്കണം. പുരുഷന്മാരുമായി സംസാരിക്കാൻ പാടില്ല, ഫ്രണ്ട്സുമായി ബാറിൽ പോകാൻ പാടില്ല, കറങ്ങി നടക്കാൻ പാടില്ല, രാത്രി 7 മണിക്ക് മുൻപ് തന്നെ വീട്ടിലെത്തിയിരിക്കണം, നിങ്ങളുടെ ജോലികളെല്ലാം നിങ്ങൾ തന്നെ ചെയ്യണമെന്നുള്ള പല നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ജാസ് എന്ന ഈ 2 കുഞ്ഞുങ്ങൾക്കും അമ്മയോടത് കാരണം വെറുപ്പുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിലും നിക്കി അതൊന്നും കാര്യമാക്കിയില്ല. അവളുടെ നിയന്ത്രണങ്ങളെല്ലാം പാലിക്കണമെന്ന് കർശനമായി തന്നെ പറഞ്ഞു. ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ജീവിക്കണമെന്ന് ആ പെൺമക്കളെ ഒരു കൂടിനുള്ളിൽ അടച്ചിട്ട് വളർത്തി. അവര് മറ്റു മാർഗമില്ലാതെ അമ്മ പറയുന്നത് അനുസരിച്ച് ജീവിച്ചു. ഇങ്ങനെ 2 കുഞ്ഞുങ്ങളും സ്കൂൾ പഠനം അവസാനിപ്പിച്ച് കോളേജിലേക്ക് പോകുന്നു. കോളേജിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യം, അവർ അനുഭവിക്കുന്ന ആ സന്തോഷം, തങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു ദേഷ്യം 2 മക്കൾക്കും വരാൻ തുടങ്ങി. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ തന്റെ അമ്മ എത്ര ദേഷ്യപ്പെട്ടാലും ശാന്തരായിരിക്കുന്ന ഈ 2 കുട്ടികൾ കോളേജിലേക്ക് പോയതിനു ശേഷം കുറച്ച് പ്രായപൂർത്തിയായപ്പോൾ അമ്മ പറയുമ്പോൾ അതിനെ തിരിച്ച് എതിർത്ത് പറയാൻ തുടങ്ങി. 7 മണിക്ക് വീട്ടിൽ വരണം എന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റില്ല, കൂട്ടുകാരുമായി പുറത്തു പോകണം, 8 മണിക്ക് വരാൻ പറ്റൂ എന്നും പറയും. ഫോൺ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കണം എന്ന് പറയും. ഇങ്ങനെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും. ഇതിൽ ജാസ് എന്ന പെൺകുട്ടി തന്റെ ബോയ് ഫ്രണ്ടുമായി എപ്പോഴും ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അവളുടെ അമ്മ കാണുകയും ദേഷ്യപ്പെടുകയും ചെയ്തു. ഇങ്ങനെ അമ്മയും അവരുടെ നിയന്ത്രണങ്ങൾ കഠിനമാക്കി. മക്കൾ അതുപോലെ അമ്മയോട് വെറുപ്പ് കാണിക്കുകയും ചെയ്തു.
ഇങ്ങനെ മക്കൾക്കും അമ്മയ്ക്കും ഇടയിലുള്ള തർക്കങ്ങൾ കൂടി വന്നു. വലിയ രീതിയിൽ അത് മാറി. ഒരു ദിവസം നിക്കി ഇതുപോലെ 2 മക്കളെയും എന്തോ കാര്യത്തിന് വഴക്ക് പറഞ്ഞപ്പോൾ ദേഷ്യം അടക്കാനാക്കാത്ത ഈ 2 മക്കളും നിക്കിയെ അടിക്കാൻ തുടങ്ങി, മർദ്ദിക്കാൻ തുടങ്ങി. ഭയന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി 911 കോൾ ചെയ്തു. പോലീസും ആ വീട്ടിലേക്ക് വന്നു. ആ 2 മക്കളെയും സമാധാനപ്പെടുത്തുകയും അവരെ ഉപദേശിച്ചു. അമ്മയോട് ഇങ്ങനെയൊന്നും സംസാരിക്കാനോ പെരുമാറാനോ പാടില്ല എന്ന് പറഞ്ഞ് അവരെ വീട്ടിൽ തന്നെ ആക്കിയിട്ട് പോകുന്നു. ഈ ഒരു സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞ് പെട്ടെന്ന് 911 വീണ്ടും ഒരു കോൾ വന്നു. ഇതിൽ നിക്കിയാണ് സംസാരിച്ചത്. അവൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. പോലീസും ആ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ അവരുടെ ശരീരം മുഴുവനും പല സ്ഥലങ്ങളിൽ മുറിവുണ്ടായിരുന്നു, രക്തം വരുന്നുണ്ടായിരുന്നു. നിക്കിയോട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ എന്റെ 2 മക്കളും എന്നെ കഠിനമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞു. ഇത്തവണ പോലീസിന് ദേഷ്യം വന്നു. അവസാനം ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, പക്ഷെ ഇപ്പൊ വീണ്ടും നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ശാരീരികമായി വേദനിപ്പിച്ചു. ഇപ്പൊ 2 മക്കളും പറഞ്ഞത്, സാർ നിങ്ങൾ പറയുന്നത് പോലെ ഒന്നുമല്ല, നിങ്ങൾ കഴിഞ്ഞ തവണ ഒരു മുന്നറിയിപ്പ് നൽകി, ആ സമയം എന്റെ അമ്മ നല്ലവളെ പോലെ അഭിനയിച്ചു. നിങ്ങൾ അന്ന് പറഞ്ഞിട്ട് പോയതിനു ശേഷം വീണ്ടും ഞങ്ങളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയെന്ന് അമ്മയെ തന്നെ കുറ്റപ്പെടുത്തി പറയാൻ തുടങ്ങി. ഇപ്പൊ പോലീസിന് ഏതാണ് സത്യം എന്ന് മനസ്സിലായി. ഈ 3 പേർ നിൽക്കുന്നു. അമ്മയുടെ ശരീരത്തിൽ മാത്രമാണ് മുറിവുള്ളത്. ഈ 2 മക്കളും ചേർന്ന് അമ്മയെ അടിച്ചു എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഈ 16 വയസ്സുള്ള 2 പെൺകുട്ടികളെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ പോയി ഒരു കൗൺസിലർ ഉപയോഗിച്ച് അവരെ ഉപദേശിക്കുന്നു. നിങ്ങൾക്കിതാണ് അവസാനത്തെ മുന്നറിയിപ്പ്. ഇനി നിങ്ങൾ അമ്മയെ ശാരീരികമായി വേദനിപ്പിക്കാൻ പാടില്ല. അമ്മയുമായുള്ള നിങ്ങളുടെ ബന്ധം ഇങ്ങനെയൊന്നും ആയിരിക്കരുതെന്ന് പല ക്ലാസുകൾ അവർക്കെടുത്തു. അവസാനം യാതൊരു ശിക്ഷയും കൊടുക്കാതെ തിരികെ വീട്ടിലേക്ക് അയച്ചു. ഇവരും എപ്പോഴത്തെയും പോലെ കോളേജ് പഠിത്തം തുടർന്ന് വീട്ടിലേക്ക് പോകുന്നു. അമ്മയും എപ്പോഴത്തെയും പോലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പ്രശ്നവും അവസാനിക്കുന്നില്ല. ദിവസം കഴിയുന്തോറും അതിന്റെ ആഘാതം കൂടി വന്നു. ഈ വീട്ടിലിപ്പോ ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടി വന്ന സമയത്ത് ഒരു ദിവസം ഈ 2 കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പോലീസിനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് സംസാരിച്ചു. ഞങ്ങൾ കോളേജിൽ പോയി വന്നപ്പോൾ വീടിന്റെ മുൻവശത്തെ കതക് തുറന്നിരിക്കുകയായിരുന്നു. വീടിനുള്ളിലേക്ക് ഞങ്ങൾ അമ്മയെ വിളിച്ചുകൊണ്ട് പോയി. നേരെ മുറിയിലേക്ക് കടന്ന് ബാർഡബിൽ നോക്കിയപ്പോൾ അവിടെ അമ്മ മരിച്ചു കിടക്കുകയാണ് കണ്ടതെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പോലീസും സംഭവ സ്ഥലത്ത് നോക്കുമ്പോൾ മരിച്ച നിക്കിയുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ കത്തികൊണ്ടുള്ള മുറിവുണ്ടായിരുന്നു. അതും നിക്കിയുടെ മുതുകിൽ ഒരുപാട് മുറിവുണ്ടായിരുന്നു. കഴുത്ത് ഞെരിച്ചിട്ടുണ്ട്, വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ നിക്കിയുടെ അവസാന നിമിഷങ്ങൾ വളരെ ക്രൂരമായിരുന്നു. ആരോ ഒരാൾ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാനാണ് ഇത്ര ക്രൂരമായി ഇവരെ കൊന്നത് എന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ നിക്കിയുടെ ശരീരം ആദ്യമായി കണ്ട ഈ 2 മക്കളെയും സംശയത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നേരത്തെ തന്നെ ഇവർ അവരുടെ അമ്മയെ ആക്രമിച്ചിട്ടുണ്ട്. അതൊരു ഡൊമസ്റ്റിക് വയലൻസ് കേസ് ഉണ്ടായിരുന്നു. അതിനാൽ ഇവരെ 2 പേരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവരും പറഞ്ഞത്, ഞങ്ങൾക്കും അമ്മയ്ക്കും പ്രശ്നമുണ്ടായിരുന്നു, അത് സത്യമാണ്. എന്നാൽ അതിനുശേഷം ഞങ്ങൾ സംസാരിച്ച് എല്ലാം ശരിയാക്കി. അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്ന് അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷെ പോലീസിന് അവരിലൊരു സംശയമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവർ തന്നെയാണോ നിക്കി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക എന്ന സംശയത്തിൽ വീണ്ടും അവരെ ചോദ്യം ചെയ്യുന്നു. സംഭവം ഒന്നുകൂടി ഒന്ന് വിവരിച്ചു പറയാമോ എന്ന് ചോദിക്കുമ്പോൾ 2 പോലും ഒരുപോലെ എല്ലാം പറഞ്ഞു. ഇപ്പൊ പോലീസ് ചെയ്തത് 2 പേരെയും 2 മുറികളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവരെ പല രീതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളിൽ പല പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പോലീസിന് ഇവരുടെ മേലുണ്ടായിരുന്ന സംശയം കൂടി. സംശയം മാത്രം വെച്ചുകൊണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കൊലപാതക കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്കെതിരെ ഒരുപാട് തെളിവുകൾ വേണം. പക്ഷെ ഇവർക്കെതിരെ ഒരു തെളിവും പോലീസിന് കിട്ടിയില്ല. അതിനാൽ പോലീസ് ഇവർക്ക് റിലീസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ 2 പെൺകുട്ടികളും അവരുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകുന്നു. അതായത് നിക്കിയുടെ അമ്മ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അവരുടെ വീട്ടിലേക്ക് ഈ 2 മക്കളും പോകുന്നു. പോലീസിന് ഇവരിൽ ഒരു സംശയം അപ്പോഴും ഉള്ളതുകൊണ്ട് വളരെ രഹസ്യമായി നിരീക്ഷിക്കാനായി അവരുടെ അറിവില്ലാതെ തന്നെ ആ 2 പെൺകുട്ടികളുടെ കാറിൽ പോലീസ് ഒരു മൈക്ക് സെറ്റ് ചെയ്തു. കൂടാതെ അവർ എവിടെയെല്ലാം പോകുന്നു, എന്തെല്ലാം സംസാരിക്കുന്നു, ഇതെല്ലാം അതിൽ റെക്കോർഡാകുന്നുമുണ്ട്. ഈ 2 പെൺകുട്ടികളും പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇറങ്ങുന്നത് വരെയും കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരയുകയായിരുന്നു. എന്നാൽ കാറിനുള്ളിൽ കയറിയ ഉടനെ അവരുടെ സംസാര രീതി തന്നെ മാറി. അത്രത്തോളം സന്തോഷം. അവരുടെ സംസാരിക്കുന്ന രീതി വെച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അമ്മയുടെ മരണത്തിനും ഈ പെൺകുട്ടികൾക്കും എന്തോ ബന്ധമുണ്ടെന്ന്. ഇവർക്കൊന്നോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. പക്ഷെ അവരുടെ മരണം ഇവർ ഏത് രീതിയിലും ബാധിച്ചിട്ടേ ഇല്ല എന്ന് പോലീസിന് മനസ്സിലായി. ഇപ്പൊ 2 പെൺകുട്ടികളും എന്താണ് ചിന്തിച്ചത്? പോലീസിന് നമ്മളെ ഒരു സംശയവുമില്ല, നമ്മളെ റിലീസ് ചെയ്തു, ഇനി സന്തോഷമായി ജീവിക്കാം എന്ന് കരുതി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ 16 വർഷം അവരുടെ ജീവിതത്തിൽ കിട്ടാത്തൊരു സ്വാതന്ത്ര്യം അമ്മ മരിച്ചതിന് ശേഷം കിട്ടിയതുകൊണ്ട് തലയേത് വാലേതെന്ന് അറിയാതെ അവരത് ആസ്വദിക്കാൻ തുടങ്ങി. പല ബോയ് ഫ്രണ്ട്സുമായി കറങ്ങാൻ തുടങ്ങി. മയക്കുമരുന്ന് ഉപയോഗിക്കുക, പാർട്ടിക്ക് പോവുക, പബ്ബിൽ പോവുക, കോളേജിൽ പോകാറില്ല, 24 മണിക്കൂറും കറങ്ങി നടക്കുക. ഇങ്ങനെ ഒരു 4 മാസം വളരെ സന്തോഷകരമായി ജീവിച്ചു. എന്നാൽ ആ പെൺകുട്ടികൾക്ക് അപ്പോൾ അറിയില്ലായിരുന്നു പോലീസ് 24 മണിക്കൂറും അവരെ നിരീക്ഷിക്കുകയാണെന്ന്. പോലീസ് 4 മാസങ്ങൾ അങ്ങനെ കാത്തിരുന്നു. ആ റെക്കോർഡിങ്ങിലൂടെ എല്ലാ തെളിവുകളും ശേഖരിച്ചു.
കൂടാതെ 2 പെൺകുട്ടികളും അവരുടെ ബോയ് ഫ്രണ്ട്സിനോട് തങ്ങളുടെ അമ്മയെ അവർ എന്തെല്ലാം ചെയ്തു എന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതുവഴിയും പോലീസിന് വ്യക്തമായ ഒരു തെളിവ് കിട്ടി. ഈ 2 പെൺകുട്ടികളും ചേർന്നാണ് അമ്മയെ കൊന്നതെന്ന് ഇപ്പോൾ വ്യക്തമായി. അങ്ങനെ ജനുവരി മാസം 13, 2010 വർഷം നിക്കി എന്ന സ്ത്രീയെ കൊന്ന കുറ്റത്തിന് ഈ 2 മക്കളെയും സംശയത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോ ഈ പെൺകുട്ടികൾക്ക് മനസ്സിലായി പോലീസിന്റെ പക്കൽ നമുക്കെതിരെ ഒരുപാട് തെളിവുകളുണ്ടെന്ന്. ഇനി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയവർ സത്യമെല്ലാം പറയാൻ തുടങ്ങി. അത് പറയുന്തോറും കേട്ടുകൊണ്ടിരുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഞെട്ടിപ്പോയി. ഏതൊരു മക്കളും സ്വന്തം അമ്മയോട് ചെയ്യാൻ പാടില്ലാത്ത അത്രയേറെ ക്രൂരതകളാണ് ഇവർ 2 പേരും ചേർന്ന് സ്വന്തം അമ്മയ്ക്ക് ചെയ്തത്. ഒരു ദിവസം എപ്പോഴത്തെയും പോലെ കോളേജ് അവസാനിച്ച് വീട്ടിലേക്ക് വരുന്നു. അല്പം വൈകി വന്നപ്പോൾ അമ്മ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഇതിൽ അവർക്കിടയിൽ ഒരു വലിയ തർക്കം തന്നെ ഉണ്ടായി. ദേഷ്യം വന്ന 2 പെൺകുട്ടികളും അമ്മയെ അടിക്കാൻ തുടങ്ങി. പക്ഷെ അത് ദേഷ്യത്തിൽ ചെയ്ത ഒരു ആക്രമണം പോലെ തോന്നിയില്ല. പല വർഷങ്ങളായി മനസ്സിൽ അടഞ്ഞുകിടന്ന വാശിയും വെറുപ്പും വൈരാഗ്യവും എല്ലാം തീർക്കാനായി അത്ര ക്രൂരമായി തന്നെ മർദ്ദിച്ചു. അതിൽ ഒരു പെൺകുട്ടി അമ്മയെ മുറുകെ പിടിച്ചു. മറ്റൊരു പെൺകുട്ടി ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്ന് നീ ഇപ്പൊ കണ്ടോ എന്ന് പറഞ്ഞ് അടുക്കളയിൽ ചെന്ന് കത്തി കെടുത്തുകൊണ്ടുവന്ന് അമ്മയുടെ മുതുകിൽ തന്നെ 4 തവണ കുത്തി. ചുമരിലും തറയിലും രക്തം തെറിച്ചു. നിക്കിയും വേദനയിൽ പിടയുകയാണ്. ഇപ്പൊ മറ്റൊരു പെൺകുട്ടി ചെയ്തത് ഇത് മാത്രം പോരാ, എനിക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് കയറെടുത്ത് കൊണ്ടുവന്ന് കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. ഒരു ഭാഗത്ത് രക്തം ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് ശ്വാസം വിടാൻ സാധിക്കുന്നില്ല. ഇപ്പൊ 2 പെൺകുട്ടികളും ചെയ്തത് ഇതൊരു കൊലപാതകമാക്കി മാറ്റണം. വീടിനുള്ളിൽ ആരോ കയറി വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തതുപോലെ കാണുന്നവർക്ക് തോന്നണം എന്ന രീതിയിൽ ബാത്റൂമിലെ ബാത്ടബിൽ ചെന്ന് വെള്ളം നിറയ്ക്കുന്നു. എന്നിട്ട് ജീവന് വേണ്ടി പിടയുന്ന നിക്കിയെ ആ ബാത്ടബിൽ കൊണ്ടുവന്നിട്ടു. സ്വന്തം അമ്മയെ ആ വെള്ളത്തിനുള്ളിൽ മുക്കി 2 പേരും ക്രൂരമായി കൊന്നു. ഇവരുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിന് പോലും അവരുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. കത്തി കൊണ്ടുള്ള കുത്തേറ്റത് കൊണ്ടാണോ മരിച്ചത്, കഴുത്ത് ഞെരിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ടാണോ, ഇങ്ങനെ വ്യക്തമായി പറയാൻ സാധിച്ചില്ല. മൊത്തത്തിൽ ഇവയെല്ലാം ചേർന്നാണ് നിക്കിക്ക് വളരെ ക്രൂരമായൊരു മരണം സമ്മാനിച്ചത്. 2 കൗമാരപ്രായക്കാർ സ്വന്തം അമ്മ ഇത്ര ക്രൂരമായി കൊല്ലാൻ സാധിക്കുമോ എന്ന രീതിയിൽ പോലീസിന് അത്ഭുതം തോന്നി. അങ്ങനെ ഇവരെ അറസ്റ്റ് ചെയ്ത് ഈ ഒരു കേസ് കോടതിയിൽ ട്രയലിനായി പോകുന്നു. സ്വന്തം അമ്മയെ കൊന്ന കുറ്റത്തിന് ഈ 2 പേർക്കും 40 വർഷത്തെ ശിക്ഷ കൊടുത്തു. ഇവർക്ക് ജയിലിൽ നല്ല നടത്തിപ്പുണ്ടെങ്കിൽ 2040 വർഷം ഇവർക്ക് പരോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ജയിൽ അതോറിറ്റീസ് പറഞ്ഞത് ഈ 2 പേരും ജയിലിൽ വന്നതിന് ശേഷം അവരുടെ സ്വഭാവം മാറിയിട്ടുണ്ട്, അവർക്ക് തെറ്റുകൾ മനസ്സിലായിട്ടുണ്ട്, തന്റെ അമ്മയെ കൊന്ന കുറ്റബോധം അവർക്കുണ്ട്. ആ ഒരു കുറ്റബോധം ദിവസം തോറും അവരെ വേട്ടയാടുന്നുണ്ട്. ഒരു ക്യാൻസർ പോലെ അവരുടെ മനസ്സിൽ അത് പടരുന്നുണ്ട്. പല രാത്രികളിലും അവർ ഉറങ്ങാൻ കഴിയാതെ കരയുന്നുണ്ട്. തന്റെ അമ്മയെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ ഉള്ളതെന്ന് ജയിൽ അതോറിറ്റീസ് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇങ്ങനെയുള്ള കേസുകൾ അറിയുമ്പോഴാണ് നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നത്, നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന്. എന്നാൽ ഈ കേസിൽ നിന്നും മാതാപിതാക്കളായാലോ കൗമാരപ്രായത്തിലുള്ളവരോ എടുക്കേണ്ട ഒരു കാര്യം, ഈ കേസിൽ നമുക്ക് ആരെ കുറ്റം പറയണമെന്നറിയില്ല. നിക്കിയെ കുറ്റം പറയണോ? അവരെ പറയാൻ സാധിക്കില്ല. കാരണം അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് അനുഭവിച്ചു. എല്ലാ മാതാപിതാക്കൾക്കും തോന്നുന്ന അതേ കാര്യം തന്നെയാണ്. താൻ അനുഭവിച്ച ദുഃഖങ്ങൾ തന്റെ മക്കൾ അനുഭവിക്കാൻ പാടില്ല. ഇങ്ങനെ നല്ലതിനു വേണ്ടിയായിരിക്കും ചെയ്യുക, പക്ഷെ മക്കൾക്ക് അത് മനസ്സിലാകില്ല. എന്നാൽ ഈ മക്കളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയാലും അവരുടെ മുഴുവൻ സ്വാതന്ത്ര്യവും മാതാപിതാക്കൾ നശിപ്പിക്കുന്നത് പോലെ ചിന്തിച്ച് അവർക്കത് ദുഃഖം തോന്നും. തങ്ങളോട് യാതൊരു സ്നേഹവുമില്ല എന്ന് കരുതും. പക്ഷെ അവർ നമ്മുടെ നല്ലതിനു വേണ്ടിയാണ് പറയുന്നത് എന്ന് ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട പക്വതയോ അറിവോ ആ ഒരു പ്രായത്തിൽ നമുക്ക് കാണില്ല. ശരി, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മക്കളെ വളർത്തുക? അവരെ ഫ്രീ ആയി വിടണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും വിടാൻ സാധിക്കില്ല. കാരണം കാലം അത്രത്തോളം മോശമാണ്. ഇനി നിക്കി ചെയ്തതുപോലെ കൂടിനുള്ളിൽ അടച്ചിട്ട് വളർത്തണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും സാധിക്കില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് ചോദിച്ചാൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ വില എന്താണ്? ഒരു പെൺകുഞ്ഞാണെങ്കിൽ നിന്റെ ശരീരത്തിന്റെയും സ്വഭാവത്തിന്റെയും അഭിമാനത്തിന്റെയും വില എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു പെൺകുട്ടിയുടെ കന്യകാത്വം എന്നത് വലിയ രീതിയിൽ കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് വാലന്റൈൻസ് ഡേക്ക് അത് ഗിഫ്റ്റായി കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ സംസ്കാരം മാറിയിട്ടുണ്ട്. അതിനാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, കുടുംബം എങ്ങനെയാണ്, മനുഷ്യരുടെ സ്വഭാവം എങ്ങനെയൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് വളരേണ്ടത്, തെറ്റേതാണ് ശരിയേതാണ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപും തെറ്റും ശരിയും വേർതിരിച്ചറിഞ്ഞ് അത് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. ഒരുപാട് കർക്കശമായി മിലിറ്ററി റൂൾസ് ഉപയോഗിച്ച് മക്കളോട് പെരുമാറുന്നതിന് പകരം അവരുമായി നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക. അതുവഴി തീർച്ചയായും അവരും നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പങ്കുവെക്കും. നിങ്ങൾ എന്താണ് കരുതുന്നത്? ഈ കുഞ്ഞുങ്ങളെ കൂടിനുള്ളിൽ അടച്ചിട്ട് വളർത്തുന്നതാണോ, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ഫ്രീ ആയി വിടുന്നതാണോ? അതുമല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസോടുകൂടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ലോകം ആസ്വദിക്കുകയും തെറ്റും ശരിയും പറഞ്ഞു കൊടുത്ത് വളർത്തുന്നതാണോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.